السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ പ്രധാനപ്പെട്ട രഹസ്യം അടങ്ങിയ ഒരു ആയത്തും ഒരു വലിയ ശക്തിയുള്ള ഒരു സൂറത്തുമാണ് പറയുന്നത്. ഈ ഒരു സൂറത്ത് നിങ്ങൾ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ഓതുന്ന വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നതാണ്. അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ്. സൂറത്ത് അല്പം വലിയ ഒരു സൂറത്താണ്, എങ്കിലും അതിന് വലിയ പ്രത്യേകതകളുണ്ട്. അതിലൊരു മഹത്വമാണ് ഈ പറഞ്ഞത്. അനുഗ്രഹങ്ങൾ കൊണ്ട് ആ വീട് അല്ലെങ്കിൽ ഓതുന്ന വ്യക്തി നിറയുന്നതാണ്. അത്രയും അനുഗ്രഹങ്ങൾ അയാളിലേക്ക് വന്നു ചേരും. ഓതിക്കൊണ്ടിരിക്കുന്നവരും നല്ല നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹു അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കും. മറ്റൊരു പ്രത്യേകത, ഏതെങ്കിലും ഒരു വസ്തു നാം വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ഈ ഒരു സൂറത്ത് ഓതി ആ സാധനം വാങ്ങാൻ പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ ആ സാധനം കൊണ്ട് നമുക്ക് ലാഭമേ ഉണ്ടാവുകയുള്ളൂ, നഷ്ടം സംഭവിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. മറ്റൊരു പ്രത്യേകത, വലിയ കടമൊക്കെയുള്ളവർ ഈ സൂറത്ത് ധാരാളമായി ഓതുക. കുറഞ്ഞത് 13 തവണ ഓതുവാൻ മഹാന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. 13 ഓതുക, വീണ്ടും ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഏത് വലിയ കടവും അള്ളാഹു അത് കാരണമായി വീട്ടിൽ തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക. സൂറത്ത് ഏതാണെന്ന് പറയാം. സൂറത്തുൽ അൻആമാണ്. നമുക്കൊക്കെ അറിയാം, കുറച്ച് വലിയ സൂറത്താണ്. പക്ഷെ ഓതിയാൽ അതിൻ്റെതായ മഹത്വങ്ങളും നേട്ടങ്ങളും നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഇതിൽ 124-ാമത്തെ ഒരായത്തുണ്ട്. നമുക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ ജാഅത്ഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. ആ ആയത്തിൽ ഊത്തിയ റസൂലുള്ളാഹ് എന്ന് ഒരു സ്ഥലത്ത് നിർത്താം. പിന്നീട് വീണ്ടും അല്ലാഹു അഅലമു എന്ന് തുടങ്ങും. ആ രണ്ടും അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹു എന്ന ഇസ്മാണ്. അള്ളാഹു എന്ന് നിർത്തി അള്ളാഹു എന്ന് തുടങ്ങുന്നു. അപ്പോൾ റസൂലുള്ളാഹ് എന്നവിടെ നിർത്തി അവിടെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും മുഴുവൻ ആഗ്രഹങ്ങളും അവിടെ ദുആ ചെയ്യുക. ഈ സൂറത്ത് മുഴുവനായി പാരായണം ചെയ്യണം. എന്നിട്ട് ആ ആയത്തെത്തിയാൽ, ഈ സ്ഥലത്തെത്തിയാൽ നമ്മൾ പിന്നെ മുഴുവൻ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് തുറന്ന് പറയുക. ഇൻഷാ അല്ലാഹ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ അതൊരു കാരണമാണ്. ഇൻഷാ അല്ലാഹ് ഈ അറിവ് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.